സർക്കാർ രാജിവെച്ചൊഴിഞ്ഞിട്ടും നേപ്പാളിൽ പ്രതിഷേധങ്ങൾ കയവില്ല. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നേപ്പാൾ നഗരങ്ങൾ. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായ്ക്ക് പുതിയ ഭരണകൂടത്തിന്റെ താൽക്കാലിക ചുമതല കൈമാറുന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അക്രമം അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാരോട് സൈന്യം ആഹ്വാനം ചെയ്തു. 2 ദിവസം യുദ്ധമുഖമായിരുന്ന കാഠ്മണ്ഡു നഗരം ഇന്ന് ശാന്തമാണ്. പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ചാണ് യുവാക്കൾ ശുചീകരണത്തിനിറങ്ങിയത്. അക്രമം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത നേപ്പാൾ സൈന്യം കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ നിയന്ത്രണം ഏറ്റെടുത്തു. കാഠ്മണ്ഡു നഗരത്തിൽ എല്ലായിടത്തും സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുന്നു എന്നാണ് വിവരം. സ്ഥിതിഗതികൾ ശാന്തമായ ശേഷം താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാനാണ് നിലവിലെ ആലോചന. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായ്ക്ക് താൽക്കാലിക ചുമതല ലഭിക്കാനാണ് സാധ്യത. രാജകീയവാദികളും പിന്തിരിപ്പൻ ശക്തികളും സാഹചര്യം ചൂഷണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ യുവാക്കൾ ജാഗ്രത പാലിക്കണമെന്നും ബഹുജന പ്രതിഷേധങ്ങളുടെ ഫലം ജനാധിപത്യ നവീകരണമായിരിക്കണം, ഫ്യൂഡൽ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല എന്നും പ്രസ്താവനയിൽ CPI MPB പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അതിർത്തിയിലുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നേപ്പാൾ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.